നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ലോക ജേതാക്കളായ ഇന്ത്യൻ ടീമിലെ താരങ്ങൾ അവരവരുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് എത്തുന്നതിൻ്റെ വാർത്തയും അവിടെ ലഭിക്കുന്ന സ്വീകരണങ്ങളും ഒക്കെയാണല്ലോ ഇപ്പോൾ സ്പോർട്സ് പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സഞ്ജു നമ്മുടെ നാട്ടിലെത്തി. അദ്ദേഹം എയർപോർട്ടിൽ വരുന്നത് മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ശിവൻ ദ്യൂബെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരർത്ഥത്തിൽ സാഹസികമായിട്ടുള്ളൊരു ട്രെയിൻ യാത്ര നടത്തിയിരിക്കുകയാണ്. അതാണിപ്പോൾ വലിയ രൂപത്തിൽ ക്രിക്കറ്റ് പേജുകളിലെ ചർച്ച. കാരണം അദ്ദേഹം ചെയ്ത ഒരർത്ഥത്തിൽ സാഹസികതയാണ്. സാധാരണ ഈ ഹൈ പ്രൊഫൈൽ ക്രിക്കറ്റേഴ്സൊന്നും ട്രെയിനിൽ സഞ്ചരിക്കാറില്ല. കാരണം അവരെ റെയിൽവേ സ്റ്റേഷനിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാം, ട്രെയിനിനകത്ത് റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. അപ്പോൾ അതൊക്കെ അവരുടെ ട്രാവലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ സാധാരണ പ്ലെയിനിലാണ് സഞ്ചരിക്കുക. ഇവിടെ പക്ഷേ ശിവൻ ദ്യൂബെ അഹമ്മദാബാദിൽ നിന്ന് കളി കഴിഞ്ഞ് നാട്ടിലേക്ക്, മുംബൈയിലേക്ക് ട്രെയിനിൽ പോയി. അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം വന്നു. പോയപ്പോൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, അതായത് TTE ഇത് വന്ന് ചെക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ശിവൻ ദ്യൂബെ എന്ന പേര് കണ്ടപ്പോൾ ഇതേതാണ് ശിവൻ ദ്യൂബെ, നമ്മുടെ ക്രിക്കറ്ററാണോ എന്ന് ചോദിച്ചതും ഭാര്യയുടെ മറുപടിയും ഒക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ജേർണലിസ്റ്റ് ദേവേന്ദ്ര പാണ്ഡെയോടാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്, കളി കഴിഞ്ഞിട്ട് പിന്നെ അഹമ്മദാബാദിൽ നിന്ന് നാട്ടിലേക്ക് അപ്പോൾ ഫ്ലൈറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിരാവിലെ മുംബൈയിലേക്ക് ട്രെയിന് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് വേണമെങ്കിൽ റോഡ് മാർഗം പോകാമായിരുന്നു, പക്ഷേ ട്രെയിനാണ് ഫാസ്റ്റർ. അതുകൊണ്ടാണ് ട്രെയിന് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം ഞാനും ഭാര്യയും ഒരു ഫ്രണ്ടും ഇങ്ങനെ ട്രെയിന് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തേർഡ് AC ടിക്കറ്റ് നോക്കിയപ്പോൾ അത് അവൈലബിൾ ആണ്. ഞങ്ങളത് ബുക്ക് ചെയ്തു. അപ്പോൾ ഞാനിത് പറഞ്ഞവരോടൊക്കെ, ആരോടൊക്കെ പറഞ്ഞോ അവരൊക്കെ വലിയ രൂപത്തിൽ ആശങ്കയിലായിരുന്നു. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അത് ചെയ്യരുത്, കാരണം നിന്നെ ആരെങ്കിലും ട്രെയിനിനകത്തോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ട്രെയിനിൽ തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിരുന്നു. ഞാനൊരു ക്യാപ്പ് ധരിച്ചിരുന്നു, ഒരു മാസ്ക് അണിഞ്ഞു, പിന്നെ ഫുൾ സ്ലീവ് ടീഷർട്ട് അണിഞ്ഞു. ഏതാണ്ട് രാവിലെ 5:10 ട്രെയിനാണ്. അപ്പോൾ അധികം പേരൊന്നും സ്റ്റേഷനിൽ ഉണ്ടാവില്ല, പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതായിരുന്നില്ല സ്ഥിതി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഇന്ത്യൻ ആരാധകർ തന്നെ, നമ്മുടെ ആരാധകർ തന്നെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ കാറിൽ തന്നെ ഇരിക്കും. ട്രെയിൻ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രം ഞാൻ പെട്ടെന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. അതായത് ട്രെയിൻ ഡിപ്പാർച്ചർ ആകുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് മാത്രം വന്ന് ഞാൻ ട്രെയിനിൽ കയറും, അതാണ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു. ദെൻ പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവം, ഞാൻ ട്രെയിനിൽ കയറി. അതിനുശേഷം ഞാൻ അപ്പർ ബർത്തിലേക്ക് തന്നെ കയറിയിരുന്നു. എന്നാൽ TTE വന്നു. ടിക്കറ്റ് എക്സാമിനർ വന്നിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചോദിച്ചു, ശിവൻ ദ്യൂബെ ഓ കോൻ ഹേ ക്രിക്കറ്റർ, ഇത് നമ്മുടെ ക്രിക്കറ്റർ ശിവൻ ദ്യൂബെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല ഓ കഹാൻ സെ ആയേഗ, അദ്ദേഹം എവിടുന്ന് വരാനാണ് എന്ന് ചോദിച്ചു. അതായത് ഇത് ശിവൻ ദ്യൂബെ ഒന്നുമല്ല, ശിവൻ ദ്യൂബൊക്കെ ട്രെയിനിൽ സഞ്ചരിക്കുമോ, എങ്ങനെ വരാനാണ് ഇവിടെ എന്ന് ഭാര്യ തിരിച്ചു ചോദിച്ചു. ക്രിക്കറ്റർ ശിവൻ ദ്യൂബെ അല്ല ഇത് എന്ന് ഭാര്യ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എക്സാമിനർ ജസ്റ്റ് അങ്ങ് കടന്നുപോയി. അതായത് നാരോ എസ്കേപ്പാണ്, അത് റെക്കഗ്നൈസ് ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങളാകെ മാറിപ്പോയനെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, രാത്രി ഞാൻ ബർത്തിൽ നിന്ന് താഴെ ഇറങ്ങി വാഷ്റൂമിൽ പോവുകയും തിരികെ വരികയൊക്കെ ചെയ്തു. ആരും എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല. ട്രെയിൻ യാത്ര വളരെ സ്മൂത്തായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് ബൊഴിവാലിയിൽ ഒരു ഡേ ലൈറ്റിൽ ഞാൻ ഇറങ്ങിയാൽ സംഗതി മാറും എന്നെനിക്കറിയാമായിരുന്നു. ആകെ പ്രശ്നമാകുമെന്നറിയാമായിരുന്നു. ആളുകളുടെ അറ്റൻഷനിൽ നിന്ന് എനിക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അല്പം ആശങ്കയിലായി. അപ്പം ഞാൻ നേരെ പോലീസിനെ വിളിച്ചു. സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് വിചാരിച്ചത് ഞാൻ എയർപോർട്ടിലാണ് എത്തുന്നതെന്ന് വിചാരിച്ച് അവർ അങ്ങോട്ടേക്ക് പോകുന്നു. അല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിനിലാണ് വരുന്നത് എന്ന് കേട്ടിട്ട്. അപ്പോൾ പിന്നീട് എനിക്ക് പോലീസിൻ്റെ എസ്കോർട്ട് കിട്ടി. എനിക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനും പിന്നെ വീട്ടിലേക്ക് പോകാനൊക്കെ അത് കാര്യങ്ങൾ സ്മൂത്താക്കി മാറ്റി എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. ചുരുക്കത്തിലൊരു വലിയ സാഹസമാണ് ചെയ്തത്. കാരണം ഇങ്ങനെ വേൾഡ് കപ്പ് നേടി അന്ന് രാത്രി തന്നെ ഒരു ഇന്ത്യൻ താരം, അതും ആ ഫൈനലിൽ പൊളിച്ചടുക്കിയ ഒരു താരം ട്രെയിനിൽ സഞ്ചരിക്കുന്നു എന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മറ്റുമൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി
എന്ന കാര്യം കൂടി ഒന്ന് ഓർക്കണം. അതും അഹമ്മദാബാദിലും പിന്നെ മുംബൈയിലും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ വലിയ രൂപത്തിലുള്ള ജനാവലി അവിടെ കൂടാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ആ റിസ്ക്കാണ് അദ്ദേഹം എടുത്തത്. ബട്ട് സേഫായിട്ട് ശിവൻ ദ്യൂബെ വീട്ടിലെത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.